നമസ്കാരം, കിരണാണ്. കിരൺ മംഗലശ്ശേരിയിൽ നിന്നും ഒരുപാട് നാളായി നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്, നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഷ്ടമി രോഹിണി മഹോത്സവമാണ്. അഷ്ടമി രോഹിണി മഹോത്സവത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഗജവീരന്മാർ അണിനിരക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ച ചെറിയ ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ആനവിശേഷങ്ങളും ആനക്കഥകളും ആനക്കാരുടെ വിശേഷങ്ങളും ഒക്കെ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. പാലക്കാട് കുന്നത്തൂർമേട് ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവത്തിൽ അണിനിരക്കുന്ന ഗജവീരന്മാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചിറക്കൽ ശ്രീ പത്മനാഭൻ, ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ, മച്ചാട് ശ്രീ അയ്യപ്പൻ, മധുരപ്പുറം കണ്ണൻ, എറണാകുളം ശിവകുമാർ, അതുപോലെ തന്നെ പാർന്നൂർ നന്ദൻ, വലിയപുരയ്ക്കൽ ആര്യനന്ദൻ, ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, ശ്രീകൃഷ്ണപുരം വിജയി എന്നീ ഗജവീരന്മാരാണ് പാലക്കാട് കുന്നത്തൂർമേട് ബാലമുരളി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മുഖത്തല, കൊല്ലം ജില്ലയിലെ മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമരോഹിണി മഹോത്സവത്തിൽ ഗജരാജൻ പിച്ചിയിൽ രാജീവ് പങ്കെടുക്കും. ഒരാന മാത്രമാണുള്ളത്. അവരോടൊപ്പം തന്നെ നവരശ്മി കലാസമിതി അണിയിച്ചൊരുക്കുന്ന ഗംഭീര ശിങ്കാരിമേളവും ഉണ്ടായിരിക്കും എന്നറിയിച്ചിരിക്കുന്നു. അഷ്ടമിരോഹിണി മഹോത്സവത്തിന് ആനയും മേളവും നേർച്ചയിൽ സമർപ്പിക്കുന്നത് ശ്രീ ജയേഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ നേർച്ചയിൽ നമ്മുടെ മുഖത്തല കണ്ണൻ്റെ മുന്നിൽ പിച്ചിയിൽ രാജിയും അതുപോലെ തന്നെ നവരശ്മി കലാസമിതിയും ദൃശ്യവിസ്മയം ഒരുക്കും. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ് മാന്ത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് 3 ഗജവീരന്മാരാണ്. ഒന്ന് നമ്മുടെ പുത്തൻകുളം യുവരാജ കൊടുമുടി അനന്തപത്മനാഭൻ. പുത്തൻകുളം അനന്തപത്മനാഭൻ അഷ്ടമിരോഹിണി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് മാന്ത്രക്കണ്ണൻ്റെ മുന്നിലെത്തും. അതോടൊപ്പം തന്നെ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, ചെത്തല്ലൂരിൻ്റെ വല്യാന മുരളീകൃഷ്ണനും മാന്ത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തും. തിരുവാണിക്കാവ് രാജഗോപാലാണ് മറ്റൊരു ഗജവീരൻ. ഈ 3 ഗജവീരന്മാരാണ് മാന്ത്ര ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളുമൊക്കെ അകമ്പടിയായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഉത്സവമാണ് നമ്മുടെ വർക്കല മാന്ത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേത്. അപ്പോൾ പറ്റുന്നവർക്കൊക്കെ പോയി കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഷ്ടമിരോഹിണി മഹോത്സവവുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ ആനയൂട്ടുമായി ബന്ധപ്പെട്ടാണ്. ഏറെ പ്രശസ്തമാർന്ന തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി 2024 തിരുനക്കര ആനയൂട്ട് 2024 സെപ്റ്റംബർ 12-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് നടത്തും എന്നറിയിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ഗജവീരന്മാരുടെ പേര് വിവരങ്ങളും ലിസ്റ്റും ഒന്നും പുറത്തു വന്നിട്ടില്ല. പുറത്തു വരുന്ന സമയത്ത് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഭാഗത്ത് പുതിയതായിട്ടുള്ള സീസൺ 2024-25 സീസണിൽ ബുക്കിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗജവീരന്മാരുടെ ബുക്കിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അതും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി.